അമ്മയുടെ കുക്കിംഗ് ഉണ്ടല്ലോ പുളിയാട്ടാ. അമ്മ അവിടെ ഇല്ല. അപ്പോൾ നീ ഉണ്ടാക്കിയതാണോ? എനക്കെന്തൊരു സംശയം. സംശയമൊന്നുമില്ല. എന്നാ സംശയിക്കണ്ട, ഓർഡർ ചെയ്തതാ. അങ്ങനെ പറ. പിന്നെ കുക്കിംഗ് അറിയാമെങ്കിലേ കെട്ടാതിരിക്കുന്ന നല്ലത്. നീ കെട്ടിക്കിടക്കുന്നുണ്ടേ നിനക്കത് പറയാം. പക്ഷെ എൻ്റെ അവസ്ഥ മഹാമോശമാണ് തോന്നെ. കുടുംബത്തിലൊരു ചടങ്ങിനും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ തുടങ്ങും, അനൂപ് എന്താ കെട്ടാത്തേ, അനൂപിന് പെണ്ണ് നോക്കുന്നില്ലേ, 30 കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. സന്യസിക്കാനാണോ ഭാവം? എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബ്രോക്കർമാരുള്ളത് എൻ്റെ കുടുംബത്തിലാണ്. പക്ഷെ ഒരു കാര്യമില്ല. നീ മാത്രമല്ലല്ലോ, അവനും കെട്ടിയിട്ടില്ലല്ലോ. അവന് പിന്നെ കെട്ടാൻ താല്പര്യമില്ലല്ലോ. അജിത്തേ, അത് നല്ലൊരു തീരുമാനമാണ്. അതിൽ തന്നെ ഉറച്ചു നിന്നോ. പിന്നെ കൈ കടയുമ്പോൾ അല്ല, സിറ്റുവേഷൻ ഇപ്പം നോക്കിക്കോ. അതാവുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ല ചരക്കുകളെ കൊണ്ടുവരാല. സുമേ, നീ ഇപ്പം പറഞ്ഞതാണ് പച്ചയായ സ്ത്രീ വിരുദ്ധത. ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, കൂടാതെ ചുറ്റും ഇരുട്ടും. അപ്പം പറയാം, 4 ആൾ കൂടുമ്പോൾ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. വേണമെങ്കിൽ ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇടാം. സ്ത്രീകളെ, നിങ്ങൾ നൂല് പൊട്ടിച്ച് പറക്കൂ, ഈ ആകാശം നിങ്ങളുടേതാണ്. തലയ്ക്ക് മുകളിൽ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും പറയുന്ന വാക്കുകൾക്കൊരു വെളിച്ചം വേണം. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഗെറ്റുഗദർ പൊളിച്ച്. എനിക്ക് പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ അറിയാത്തത് വീട്ടിൽ കയറി ചെന്ന പയ്യൻ്റെ അവസ്ഥയായിരുന്നു. മഴ എങ്ങനെയായിരുന്നു തോർന്നിരുന്നെങ്കിൽ വിചാരിച്ചാൽ അവിടെ നിന്ന് തന്നെ. അതിനെ ഇടയ്ക്ക് ഗ്രൂപ്പിൽ കയറണം. കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? 1-2 പേര്. ഗോവിന്ദ് വന്നില്ല, പിന്നെ സഞ്ജയ് വന്നില്ല, പിന്നെ അവളുണ്ടല്ലോ അനീഷ, അവളും വന്നിട്ടില്ല. ഇവർ നല്ല അടഞ്ഞക്കരായിരുന്നില്ല. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് കോപ്പി അടിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിൽ അന്തർധാര. ഇപ്പോൾ സജീവല്ലേ? അജിത്ത്, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചേ. അജിത്ത് നാളെ പേരൻസിനെ വിളിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി. അജി നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അജി, അവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ മഴയുടെ നോക്കത് ഇറങ്ങി നടന്നേ. മഴ? അതിവിടെ മഴ ചെയ്ത് നേരത്തെ പറഞ്ഞല്ലടാ മഴയത്ത് കയറുന്ന പയ്യൻ. ഓ, ആ മഴ. അവള് വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞോണ്ടോ ഞാൻ വന്നു തന്നെ. എടാ 15 കൊല്ലായി. ദേഷ്യത്തിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വേണോട്ടാ. അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും മുറി തന്നെ. എടാ, 2 അടിച്ചോണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് 2 അടിച്ചുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അനൂപേ, ഇന്നത്തെ ഗെറ്റുഗദർ കിഡുമായിരുന്നു. യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളൊക്കെ പഴയ സ്കൂൾ കുട്ടികൾ തന്നെയായിരുന്നു. 30 വയസ്സുള്ള കുട്ടികൾ. എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്തായാലും പൊളിച്ച്. താങ്ക് യു ദിവ്യ. നമുക്കിനിയും കൂടണം. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫണ്ട് കുറച്ചുകൊണ്ട് വരാനുണ്ടായിരുന്നു.
ഉം. 2000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഒന്നും നിർത്തറ, എന്ത് വെറുപ്പിക്കലത്? നിനക്കത് പറയാം. ഇത് മറ്റേ പേടകാണ് മോനെ. എന്ത് പേടകം? മറ്റേ കടലിലൂടെ പോന്നേ. പറക്കും തളകെ. അതല്ലടൂ, മറ്റേ നോഹയുടെ പേടകം. ഓ, അതുപോലെയാണത്. ആനയും സിംഹവും കരടിയും പാമ്പും പഴുതാരയും പന്നിയും ചൊറിയുമ്പോഴും ഒക്കെ ഉണ്ട്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി, ഒക്കെ കൂടി കടിപിടിയാവും. പുഴുവരിക്കുന്ന പേടകാവും. എന്നാലേ നമുക്കൊരു പേടയും കൂടി ഉണ്ടാക്കിയാലോ? എന്ത്? ഒരു ഗ്രൂപ്പും കൂടി തുടങ്ങിയാലോ ഒന്ന്? ഒന്നല്ല ഇപ്പം ഉള്ളത്. അതിൽ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ലടാ. അതിനതിന് പൊളിറ്റിക്സ് ഒന്നും പറയാറില്ലല്ലോ. ആ പൊളിറ്റിക്സ് അല്ല, ഈ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിൽ പൊളിറ്റിക്സ് ഇല്ലേ, അത് എങ്ങനെ പറ. പുതിയതിൽ ബോയ്സ് മാത്രം മതി, ഒരു പൊളിറ്റിക്സും വേണ്ട. വെറും ടൂറ് വെള്ളമടി, വെള്ളമടി ടൂറ്, ടൂറ് വെള്ളമടി, വെള്ളമടിച്ചിട്ട് ടൂറ് വന്നു, വെള്ളമടിക്കാനായി ടൂറ് പോകുന്നു. എങ്ങനെയുണ്ട്? പൊളിയില്ലേ? വേണോ? തുടങ്ങടാ. തുടങ്ങ്, രസാവും. തുടങ്ങിക്കോ. എന്താ പേരിടാ? എന്തെങ്കിലും ഇവിടെ 90s വസന്തങ്ങൾ. അടിപൊളി കേട്ടോ, നല്ല രസമായിരിക്കും. 90ൻ്റെ വസന്തങ്ങൾ. നാളെ മുതൽ വസന്തങ്ങളുടെ ഒരു പൂക്കാലായിരിക്കും. കൊഴിയാതിരുന്നാ മതി. ഹായ് ഫ്രണ്ട്സ്, ഈ ഗ്രൂപ്പ് എന്തിനാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. ഒരുപാട് കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ പ്ലാൻ ചെയ്തിരുന്ന കുറേ യാത്രകളില്ലേ, ആൺകുട്ടികൾ മാത്രമുള്ള, അതൊക്കെ നടത്തിയെടുക്കാനുള്ള ഗ്രൂപ്പാണ് ഈ 90s വസന്തങ്ങൾ. അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. സമയന്തേ 10 10 സുമേ പോണ്ടേ? സമയം കുറേ. നിന്റെ വണ്ടി എപ്പോഴാ? 3 മണിക്ക്. അനൂപ് എവിടെ? പുറത്ത് പോയി. എണീറ്റ് പല്ലേക്കടാ. $128 ഇതേ ഗ്രൂപ്പ് വസന്തങ്ങൾ. ഹലോ ഗൈസ്, സുഖല്ലേ? വർക്കിന് തിരക്ക് കാരണം ഗെറ്റ് ടുഗദറിന് വരാൻ പറ്റിയില്ല. എന്തായാലും പരിപാടി ഗ്രാൻഡായിരുന്നു അറിഞ്ഞു. വസന്തങ്ങൾ ഐഡിയ എന്തായാലും പൊളിച്ചു. എൻ്റെ ഫ്രണ്ടിന് 3 റിസോർട്ട് ഉണ്ട്. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അങ്ങോട്ട് തന്നെ ആവാം. സത്യം പറടാ, നിനക്ക് ആ റിസോർട്ടിൽ പാർട്ട്ണർഷിപ്പ് ഇല്ലേ? അത് ശരി, ഞാൻ റേറ്റ് കുറവിൽ വെള്ളം അടിക്കൊരു സ്ഥലം പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തീർന്നു. ചുമ്മാ പറഞ്ഞാടേ.
എന്താടാ? വസന്തങ്ങൾ പൂത്തു തുടങ്ങി. എന്നപ്പോ നമുക്ക് പോണ്ട്? എടാ സഞ്ജു, നീ ഇന്നലെ പറഞ്ഞ റിസോർട്ടാണോ അത്? എടാ അടുത്ത മാസം അവസാനമാകുമ്പോൾ ഞാൻ ഫ്രീ ആവും. അപ്പൊ നോക്കിയാലോ? അവളാവും. ഹലോ, എപ്പോഴെത്തുക? 3 മണിക്കാ വണ്ടി. 6 മണിയാവുമ്പോഴേക്ക് എത്തുണ്ടാവും. അച്ചു സിനിമയ്ക്ക് പോണെന്ന് പറയുന്നുണ്ട്. അവൾക്കാണോ നിനക്കാണോ വേണ്ടത്? വൈകിട്ട് പോകാന്ന് പറ. ഗോവിന്ദേ, നീ എന്താ ഉദ്ദേശിച്ചത്? അജിത്തെ, എന്റെ മുത്തച്ഛപ്പിടി പയറിനൊക്കെ ബിസിനസ് എങ്ങനെ പോണു? ഹലോ, നീ എവിടെ? ഞാൻ നിന്റെ വീടിന് മുന്നിലുണ്ട്. അയ്യോടൊന്നും വേണ്ട, ഏട്ടനൊന്നും പോയിട്ടില്ല. ഒരു ക്യാരറ്റ് അരിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ലീവാന്നാ പറയുന്നേ. എടാ അപ്പം എന്ത് ചെയ്യാ? അടുത്ത ആഴ്ച നോക്കാം. നീ പൊക്കോ. ഹലോ ഹലോ, ഇനി ഇത് ഏത് പൊത്തിലേക്കാ? ഗോവിന്ദേ, നീ എന്താ ഉദ്ദേശിച്ചത്? ഓ, ഒന്നും അറിയാത്ത പോലെ. നീ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊച്ചു പുസ്തകങ്ങൾ സപ്ലൈ തരുന്ന ആളല്ലേ? ഞാൻ ആർക്കാണ് നായേ സപ്ലൈ ചെയ്ത്? 10 പഠിക്കുമ്പോൾ ബീന ടീച്ചർ നിന്റെ ബാഗിൽ നിന്ന് പിടിച്ചതേ ഡിങ്കന് ഡിങ്കോൾ ഫിഗറുകൾ വായിക്കാൻ കൊണ്ടുവന്ന ബാലമംഗളമാണല്ലോ. ഗോവിന്ദേ, നമ്മളിതൊന്നും ചർച്ച വേണ്ടിയിട്ടല്ല ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തും. എടാ, അതിന് ഗോവിന്ദ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവർ തമാശക്ക് ചോദിച്ചതല്ലേ. അതിന് ഈ അജിത്തിന് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? സനോജെ, ഇനി നീയായിട്ട് തുടങ്ങല്ലേ. ഞാനായിട്ട് എന്ത് തുടങ്ങാൻ? അജിത്ത് പീസ് ബുക്ക് കൊടുത്തിട്ടേ ടീച്ചർ പിടിച്ച കാര്യം എല്ലാവർക്കും അറിയണതാണ്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. എന്നാ പുതിയൊരു കാര്യം പറട്ടെ സനോജെ. നീ പറമത്തെ. അജിത്തും പിന്നെ മറ്റേ പെണ്ണില്ലേ, എന്താണ് പേര്? അനീഷ. ഇവർ രണ്ടുപേരും കൂടി നമ്മളെ ബോയ്സിന്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ സുമേഷും കണ്ടിട്ടുണ്ട്. എന്നിട്ട് സുമേഷ് എന്നോട് പറഞ്ഞു രണ്ടും കൂടി നല്ല കളിയാന്ന്. ശരിക്കും ഇതൊന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ചേട്ടത്തിനെ പറഞ്ഞ് വീട്ടിൽ കഴിഞ്ഞ് പറ്റും. ഞാനെന്ത് ചെയ്തു പറഞ്ഞു? ഇല്ലെങ്കിൽ സുമേഷോട് വെച്ചക്ക്. എടാ, ഞാനവർ തമ്മിൽ പ്രേമായിരിക്കുന്നല്ലേ പറഞ്ഞത്. പ്രേമം പിന്നെ ആണുങ്ങളുടെ ബാത്റൂമിലല്ലേ പ്രേമം? അല്ലെങ്കിൽ ഇവനെ പോലെ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ എണ്ണുണ്ട് നമ്മുടെ നാട്ടില്. അവന്മാർക്ക് ബാത്റൂം കിട്ടിയാലും മതി. ഹലോ, വെച്ചിട്ട് പൊടി അവളുടെ ഒരു പേട്ടൻ.
ഹലോ. നീ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആയിക്കോ, ഇല്ലെങ്കിൽ വസ്ത്രങ്ങൾ മുഴുവൻ തനി കുണം കാണും. എന്താടാ നീ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? എന്താ പ്രശ്നം? അപ്പൊ നീ കേട്ടില്ലേ? എന്ത് കേട്ടില്ലേന്ന്? ഗ്രൂപ്പിൽ കയറി നോക്കടാ. ഓ, ഒന്നും അറിയാത്ത പോലെ. നീ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊച്ചു പുസ്തകങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന ആളല്ലേ? ഞാൻ ആർക്കടനായേ സപ്ലൈ ചെയ്ത്? പത്തി പഠിക്കുമ്പോൾ ടീച്ചർ നിന്റെ എന്താണ് അവിടെ? ആ അനീഷ, ഞാൻ ഒരാളെ കാണാമെന്നാടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിലേ പൊരിഞ്ഞ അടി കണക്കുണ്ട്. ഏത് ഗ്രൂപ്പിൽ? നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ. ആ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. വീട്ടിൽ കയറി വിട്ടും. ഞാനെന്ത് ചെയ്തു പറഞ്ഞു? ഇല്ലെങ്കിൽ സുമേഷോട് വെച്ചത്. ഏയ്, ഇതിലൊന്നും കാണില്ലല്ലോ. അതിലല്ലടാ, നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ. പുതിയ ഗ്രൂപ്പോ? ആ, വസന്തങ്ങൾ, നമ്മുടെ ബോയ്സ് മാത്രമുള്ള ഗ്രൂപ്പില്ലേ. വസന്തങ്ങളോ? എന്നൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. നിന്നെ ആഡ് ചെയ്തിട്ടില്ലെന്നാ? ആ, നിന്നെ ഞാനാണല്ലോ ആഡ് ചെയ്ത്. അഭയ്, അജയ്, അജിത്ത്, അനി 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 അനീഷ. അനീഷ അവള് പേഴയാണ്. ഫുൾ ടൈം ആൺകുട്ടികളുടെ കൂടെയാണ് നടപ്പ്. അതുകൊണ്ടവൻ ഗെറ്റ് ടുഗദറിന് പോലും വരാതിരുന്ന്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷയാണ്. ചർച്ച മുഴുവൻ എന്നെ കുറിച്ചാണല്ലോ. എന്തായാലും സന്തോഷം. 15 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നിങ്ങളൊക്കെ എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അജി എന്ന പുസ്തകം കൊണ്ടുവന്ന് എനിക്ക് വായിക്കാൻ വേണ്ടിയായിരുന്നു. ബിന്ദു ടീച്ചർ പിടിച്ചപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. ആ പ്രായത്തിലെ നാണക്കേടോർത്തുള്ള പേടിയായിരുന്നാവും. ഇന്നെൻ്റെ കൂടെ ആ പേടിയില്ല. പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് കണ്ടത്, നിങ്ങൾ ആൺകുട്ടികളുടെ ബാത്റൂമിൽ എൻ്റെ ശരീരഭാഗങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ഉണ്ടെന്ന് കേട്ടൊന്ന് കാണാൻ പോയതാ. അത് വരച്ചവൻ്റെ ചെപ്പക്കുറ്റിക്ക് ഞാനൊന്ന് തന്നത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഗോവിന്ദേ? ഗോവിന്ദ. അജി എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾ ഒരുത്തനും ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്കില്ല. ഞാൻ കാരണം ഒരിക്കലും അവനെ ഒരുപാട് അനുഭവിച്ചതാ. അത് തുടരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത്. ഒരുപാട് വൈകിപ്പോയെന്ന് അറിയെങ്കിലും സോറി അജി. ബൈ.